ഒരുപാട് ദുരന്തം കണ്ടിട്ടുള്ള നാടാണ് നമ്മുടേത്. സർവ്വസന്നാഹങ്ങളും ഇറങ്ങി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇറക്കി തിരച്ചിൽ നടക്കുന്നതും റെസ്ക്യൂ നടക്കുന്നതും കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ അടക്കമുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 10-70 ആൾക്കാർ ഒന്നിച്ചു നിന്ന് തിരച്ചിൽ നടത്തുന്നു. 2-3 JCB അവിടെ മണ്ണുമാറ്റൽ തുടരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വലിയൊരു മലയുടെ ഭാഗമാണല്ലോ സരീഷ് ഇടിഞ്ഞു വീണ് കിടക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നത്. ഇതൊന്നും ഈ ഘട്ടത്തിൽ പറയുന്നതിൽ കാര്യമില്ല. എന്നിരുന്നാൽ തന്നെയും രക്ഷാദൗത്യം അത്തരത്തിൽ നന്നായി തന്നെ നടക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ സരീഷ് തന്നെ പറയുന്നു, സൈന്യം ഏത് സമയത്ത് എത്തുമെന്നറിയില്ല. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് സൈന്യം വരുന്നു എന്നൊരു തരത്തിലേക്ക് തീരുമാനം പോലും എത്തുന്നത്. ആ ഘട്ടത്തിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല സൈന്യം എപ്പോഴാണ് എത്തുന്ന, അവരുടെ തെരച്ചിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളത്. അതിൽ 3 ജീവനുകൾക്ക് ഒരു വിലയും കർണാടക സർക്കാർ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ചിത്രം ഇന്നലെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. കാരണം ഈ മണ്ണ് വീണ് 48 മണിക്കൂറിനുള്ളിൽ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ അതിവേഗത്തിൽ ഇവരെ കണ്ടെത്താനും അവിടെ നിന്നും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങൾ തന്നെ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ അന്നൊന്നും കാര്യമായ ഒരു ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആളെ കാണാനില്ല. GPS ട്രാക്കർ ഉൾപ്പെടെ ഉള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും അതിന് ഗൗരവമായ ഒരു പരിഗണനയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം, അതായത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. സംഭവം നടന്ന 48 മണിക്കൂറിനുള്ളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായാൽ തീർച്ചയായും രക്ഷിക്കാനാവും. പക്ഷേ 3 ദിവസത്തിന് ശേഷം മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതും കേരളത്തിൽ ഇതാ വാർത്തയാവുകയും അവിടെ നിന്നും മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടേക്ക് വിളിച്ച് ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ, അതായത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് റോഡിൽ നിന്ന് മണ്ണ് നീക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു പ്രവർത്തനം കാര്യക്ഷമമായി അവിടെ ഒന്നും നടന്നിരുന്നില്ല. ഈ രക്ഷാപ്രവർത്തകൻ കൂടിയായ രഞ്ജിത്തിൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ രഞ്ജിത്ത് പറഞ്ഞത് ഇന്നലെ 3 മണിവരെ, ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ്. കാരണം ഒരു തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകളും, അതായത് രക്ഷാപ്രവർത്തനം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. കാരണം ഇന്നലെ റോഡിലുള്ള മണ്ണെടുപ്പിനപ്പുറത്തേക്ക് എവിടെയാണ് ലോറി സിഗ്നലുള്ളത്, ആ ലോറി എവിടെയാണോ അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്കൊന്നും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് പറയുന്നത്. അത് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടായിരിക്കാം ഇന്നുള്ള തിരച്ചിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജില്ലാ കളക്ടറാണ് അവരോട് സംസാരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. അപ്പോൾ ജില്ലാ കളക്ടർ ഈ മേഖലയിലേക്ക് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ എത്തിയേക്കും. കാരണം ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ ADGP ഉൾപ്പെടെയുള്ളവർ ഏറെ വൈകിയും ഈ മേഖലയിലേക്ക് എത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കളക്ടറും SP യും ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്.